ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് വർക്കൗട്ടാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെയും എക്സ്പ്ലനേഷനാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പിഗ്മെൻറ്റ് വിച്ച് ഹെൽപ്സ് അനിമൽ ടു സീ ഇൻ ഡിം ലൈറ്റ്? മൃഗങ്ങളെ ഇരുണ്ട വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന പിഗ്മെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം, സിമ്പിളാണ്. ഓപ്ഷൻ എ റെഡോപ്സിൻ ആണ് അതിൻ്റെ ആൻസർ. ഇനി ഇതായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ബിയുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ദ റെസ്പിറേറ്ററി പിഗ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ബ്ലഡ്. മനുഷ്യ ശരീരത്തിൽ രക്തത്തിൽ റെസ്പിറേറ്ററി പിഗ്മെൻ്റ് ആണ് ഹീമോഗ്ലോബിൻ എന്ന് ഓർക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ രണ്ടാമത്തെ ചോദ്യം, ദ ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ വിച്ച് പ്രിൻസിപ്പിൾ? ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളാണ്, നമുക്കറിയാവുന്നതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യനുമാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് ഓയിൽ ഓഫ് വിട്രിയോൾ? ഓയിൽ ഓഫ് വിട്രിയോൾ എന്താണ്? ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് പറയുന്നത് എന്തിനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ ഓർമ്മിക്കുക, ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആണ് കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക, കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നതും സൾഫ്യൂരിക് ആസിഡ് ആണ്. അതുപോലെ നൈട്രിക് ആസിഡിന് പറയുന്ന പേരാണ് അക്വാഫോർട്ടിസ്. ഇത് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടായിരിക്കും. നൈട്രിക് ആസിഡിന് പറയുന്ന പേരാണ് അക്വാഫോർട്ടിസ്. അതുപോലെ മ്യൂറാറ്റിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡിന് പറയുന്ന പേരാണ് മ്യൂറാറ്റിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ മറ്റൊരു പേരാണ് മ്യൂറാറ്റിക് ആസിഡ് എന്ന് ഓർമ്മിക്കുക. പിന്നെ ആസ്പിരിൻ്റെ പേരാണ് വണ്ടർ ഡ്രഗ്. ഇത് നമ്മൾ പല തവണയായിട്ട് കണ്ടിട്ടുള്ളതാണ്, പ്രീവിയസിലൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ആസ്പിരിൻ്റെ പേരാണ് വണ്ടർ ഡ്രഗ്. പിന്നെ വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നു. ഇതും കോമൺ ആയിട്ടുള്ളതാണ്, വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് ടെസ്റ്റ് ടു ഡിറ്റർമൈൻ എയ്ഡ്സ്? എയ്ഡ്സ് നിർണ്ണയിക്കാനായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഓപ്ഷൻ സി വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റാണ്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റാണ് എയ്ഡ്സ് നിർണ്ണയത്തിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ടെസ്റ്റ്. ഇനി എയ്ഡ്സ് ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. ദ യൂണിവേഴ്സൽ സിംബൽ ഓഫ് അവെയർനെസ് ആൻഡ് സപ്പോർട്ട് ഫോർ ദോസ് ഹൂ ലിവിങ് വിത്ത് എയ്ഡ്സ്, അതാണ് റെഡ് റിബൺ. അതായത് എയ്ഡ്സിൻ്റെ അവെയർനെസ്സും അതുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ടിനും വേണ്ടിയിട്ടുള്ള നമ്മളെ ചിഹ്നമാണ് ഈ റെഡ് റിബൺ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കളിക്കാരൊക്കെ സ്പോർട്സ് ഇവൻറ്റിലൊക്കെ വെച്ച് ഇതിൻ്റെ പ്രൊമോഷൻ നടത്താറുള്ളതാണ്. അപ്പോൾ റെഡ് റിബൺ ആണ് ആ സിമ്പിൾ എന്ന് ഓർമ്മിക്കുക. അതേപോലെ തന്നെ HIV AIDS അവെയർനെസ് ക്യാമ്പയിൻ ട്രെയിൻ ബൈ ഇന്ത്യൻ റെയിൽവേസ്, അതാണ് റെഡ് റിബൺ എക്സ്പ്രസ്. ഇന്ത്യൻ റെയിൽവേയുടെ എയ്ഡ്സിൻ്റെ ക്യാമ്പയിനായിട്ട് ബന്ധപ്പെട്ട് ഓടുന്ന ട്രെയിനാണ് റെഡ് റിബൺ എക്സ്പ്രസ്. ഇനി അതുപോലെ തന്നെ റെഡ് റിബൺ എക്സ്പ്രസിൻ്റെ മോട്ടോ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മോട്ടോ ഓഫ് റെഡ് റിബൺ എക്സ്പ്രസ് ഈസ് എംബറേക്കിംഗ് ഓൺ ദ ജേർണി ഓഫ് ലൈഫ്. ഓർമ്മിക്കുക, ഇത് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. റെഡ് റിബൺ എക്സ്പ്രസിൻ്റെ മോട്ടോ എന്താണെന്നുള്ളതാണ് എംബറേക്കിംഗ് ഓൺ ദ ജേർണി ഓഫ് ലൈഫ് എന്നാണ് ഇതിൻ്റെ മോട്ടോ. ഇനി ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് എയ്ഡ്സ് അവൈലബിൾ ത്രൂ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലൂടെ കിട്ടുന്ന എയ്ഡ്സിൻ്റെ സൗജന്യ ചികിത്സയാണ് ആൻറ്റി റെട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഓർമ്മിക്കുക, ART എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ആൻറ്റി റെട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ,
ഇനി അടുത്ത് 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് മാനുഫാക്ചേർഡ് യൂസിങ് ബെസിമർ പ്രോസസ്സ്. ഇത് നമുക്കറിയാം, ഇതുപോലെ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അത് ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ തന്നിട്ടുമുണ്ട്. ഇത് ബെസിമർ പ്രോസസ്സ് ഇതിനു മുന്നേയും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ബെസിമർ പ്രോസസ്സിലൂടെ ഏതിൻ്റെ മാനുഫാക്ചറിങ് ആണ് നടത്തുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്റ്റീലാണ്. ഓർത്തിരിക്കുക ബെസിമർ പ്രോസസ്സാണ് സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറെ പ്രോസസ്സുകളാണ് കോണ്ടാക്ട് പ്രോസസ്സ്. അത് നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് സൾഫ്യൂരിക് ആസിഡ്. കോണ്ടാക്ട് പ്രോസസ്സിലൂടെയാണ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ഓക്സോ പ്രോസസ്സിലൂടെയാണ് ആൽക്കഹോൾ നിർമ്മിക്കുന്നത്. ഇത് അധികം ചോദിച്ചിട്ടില്ല. ഓക്സോ പ്രോസസ്സിലൂടെയാണ് ആൽക്കഹോൾ നിർമ്മിക്കുന്നത്. അതുപോലെ സയനൈഡ് പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. ഗോൾഡിൻ്റെയും സിൽവറിൻ്റെ എക്സ്ട്രാക്ഷന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് സയനൈഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മോണ്ട് പ്രോസസ്സ്, നിക്കൽ. ഇത് അറിയാവുന്നതാണ്. മോണ്ട് പ്രോസസ്സാണ് നിക്കലിൻ്റെത്. മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് മോണ്ട് പ്രോസസ്സ് വഴിയിട്ടാണ്. ഇനി അടുത്ത് ഹോപ്സ് പ്രോസസ്സാണ് അലുമിനിയം പ്യൂരിഫിക്കേഷന് ഉപയോഗിക്കുന്നത്. അലുമിനിയം പ്യൂരിഫിക്കേഷന് ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഹോപ്സ് പ്രോസസ്സ്. ഓർത്തിരിക്കുക, അത് അധികം ചോദിച്ചിട്ടുള്ളതല്ല. പക്ഷേ ഹാൾ ഹെറാൾഡ് പ്രോസസ്സ് ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഇതും അലുമിനിയത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ ഹോപ്സ് പ്രോസസ്സും അലുമിനിയം പ്യൂരിഫിക്കേഷൻ, അത് പ്യൂരിഫിക്കേഷൻ്റെതാണ്. ഇത് ഹാൾ ഹെറാൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് അലുമിനിയം മാനുഫാക്ചറിങ്ങിൻ്റെതാണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ ബോഷ് പ്രോസസ്സ് ഹൈഡ്രജൻ്റെ മാനുഫാക്ചറിങ്. ഇത് വളരെ കോമൺ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, മീനമാത ഡിസീസ് ഈസ് ഡ്യൂ ടു. മീനമാത ഡിസീസ് എന്ത് എലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതാണെന്നാണ്. ഇത് ഓപ്ഷൻ ഡി മെർക്കുറിയാണ് ആൻസർ. മീനമാത ഡിസീസ് ഈസ് ഡ്യൂ ടു മെർക്കുറി. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ വേറെ എലമെൻറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഡിസീസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം കാഡ്മിയത്തിൻ്റെ ഉപയോഗം കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് ഇറ്റായി. അപ്പോൾ കാഡ്മിയം, ഇറ്റായി. അത് നമുക്ക് ഓർക്കാനായിട്ട് കാഡ്മിയത്തിൻ്റെ ഒരു ഐ വെച്ചിട്ട് നമ്മളിതായിട്ട് കണക്ട് ചെയ്യുക. ഇറ്റായി എന്ന് പറയുന്നത് പെട്ടെന്ന് മറക്കില്ല, പക്ഷെ അത് കാഡ്മിയം ആണെന്നുള്ളത് ഓർമ്മിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഐ വെച്ചിട്ട് ഓർക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് പ്ലംബിസം. ലെഡ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് പ്ലംബിസം. സിലിക്കണായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, അത് പിന്നെ അതിൽ തന്നെ ഉണ്ട്, സിലിക്കോസിസ്. സിലിക്കനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസീസാണ് സിലിക്കോസിസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ മെർക്കുറി ആയിട്ട് വരുന്നത് മീനമാത. അത് ഇതിൽ തന്നെ ഉള്ളതാണ്, മെർക്കുറി, മീനമാത. അതൊന്നുകൂടി ഇവിടെ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇനി അടുത്ത് ഫ്ലൂറിനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഫ്ലൂറോസിസ്. അപ്പോൾ ഇതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രണ്ടെണ്ണം, കാഡ്മിയത്തിൻ്റെ ഇറ്റായിയും ലെഡിൻ്റെ പ്ലംബിസവുമാണ്. അത് ഓർത്തിരിക്കുക. ഈ പ്ലംബിസം എന്നുള്ളതിൽ ഒരു എല്ല് വെച്ചിട്ട് ലെഡ് എന്ന് ഓർക്കുക, കാഡ്മിയത്തിൻ്റെ ഒരു ഐ വെച്ചിട്ട് ഇറ്റായി എന്ന് ഓർമ്മിക്കുക. ഓക്കെ, ഇനി അടുത്ത് 7th ക്വസ്റ്റ്യൻ, എ പേഴ്സൺ സഫറിങ് ഫ്രം ബ്ലീഡിങ് ഗം നീഡ്സ് ഇൻ ഹിസ് ഫുഡ്. മോണയിലെ രക്തസ്രാവം, അതാണ് ബ്ലീഡിങ് ഗം എന്ന് പറയുന്നത്. അതിന് ഉള്ള ഒരാളിന് എന്ത് ഫുഡാണ് ഉൾപ്പെടുത്തേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഓപ്ഷൻ ബി സിട്രസ് ആണ്. ബ്ലീഡിങ് ഗം ഉള്ള ഒരാൾ ഫുഡിൽ യൂസ് ചെയ്യേണ്ടത് സിട്രസ് ആണ്. സിട്രസ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാനാണ് കൂടുതൽ ശ്രമിക്കേണ്ടത്. ഇത് ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ്. ഇനി ഇതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിറ്റാമിൻസിൻ്റെ ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഡിസീസസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വൈറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസുമാണ്.
വൈറ്റമിൻ A1. വൈറ്റമിൻ A1ൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നമുക്കറിയാം, നിശാന്തത. ഓക്കെ, വൈകുന്നേരമായി കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അത് വൈറ്റമിൻ A1ൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ്. ഇനി അടുത്ത് വൈറ്റമിൻ A2യുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് സീറോഫ്താൽമിയ. ഓർമ്മിക്കുക, വൈറ്റമിൻ A1 നൈറ്റ് ബ്ലൈൻഡ്നെസ്, വൈറ്റമിൻ A2 സീറോഫ്താൽമിയ. ഇനി വൈറ്റമിൻ D ആണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ. ഇത് വൈറ്റമിൻ D റിക്കറ്റ്സ് ആണെന്നുള്ളത് നമുക്ക് ചെറുതിലെ അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ കൂടെ ഓസ്റ്റിയോമലേഷ്യ കൂടെ ഉണ്ടെന്ന് ഓർമ്മിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വൈറ്റമിൻ D. ഇനി അതുപോലെ വൈറ്റമിൻ E ആണ് ഇൻഫെർട്ടിലിറ്റിയും സ്റ്റെറിലിറ്റിയും. ഓർത്തിരിക്കുക, ഇൻഫെർട്ടിലിറ്റി, സ്റ്റെറിലിറ്റി എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത് വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി മൂലമാണ്. ഇനി അടുത്ത് വൈറ്റമിൻ K. ഇത് നമുക്കറിയാവുന്നതാണ്, ഡിലേ ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. വൈറ്റമിൻ K ആണ് രക്തം കട്ടി പിടിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഡിലേ ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. രക്തം കട്ടി പിടിക്കാൻ സമയതാമസം എടുക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത 8th ക്വസ്റ്റ്യൻ. ആൻ അലോയ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ഹീറ്റിംഗ് എലമെൻറ്റ്സ് ഫോർ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ്. ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസസിൽ അതിൻ്റെ ഹീറ്റിംഗ് എലമെൻ്റായിട്ട് ഉപയോഗിക്കുന്ന അലോയ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ അലോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ല, ഒന്നിൽ കൂടുതൽ, അതായത് 2ഓ അതിലധികമോ എലമെൻറ്റ്സ് ചേർത്ത് ഉണ്ടാക്കുന്ന മെറ്റൽസിനെയാണ് അലോയ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ആൻസർ നിക്രോമാണ്. നിക്രോമാണ് ഈ ഹീറ്റിംഗ് ഡിവൈസസിലൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന അലോയ്. ഓർത്തിരിക്കുക, നിക്രോം. ആൻ അലോയ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ഹീറ്റിംഗ് എലമെൻറ്റ്സ് ഫോർ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസ് ഈസ് നിക്രോം. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമുക്ക് സാധാരണ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അലോയ്സിൻ്റെ കാര്യമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രം എന്ന് പറയുന്നത് ഗോൾഡും സിൽവറും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന അലോയിയാണ് ഇലക്ട്രം എന്ന് ഓർമ്മിക്കുക. ഇലക്ട്രം, ഗോൾഡ്, സിൽവർ. അതുപോലെ തന്നെ ഇൻവർ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അയണും നിക്കലും ചേർന്നിട്ടാണ് ഇൻവർ ഉണ്ടാക്കുന്നത്. അതുപോലെ ബ്രോൺസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്, കോപ്പർ, ടിൻ. ഇതിൽ നമുക്ക് മാറിപ്പോകുന്ന 2 എണ്ണമാണ് ഈ ബ്രോൺസും ബ്രാസും എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോൺസ്, കോപ്പർ, ടിന്ന്. നമുക്കിത് ബ്രാസ് ഓർമ്മിക്കാനായിട്ട് ഈ അവസാനം 2 SS വരുന്നത്, ഈ SS എന്നുള്ളത് ഇസഡിൻ്റെ സെയിം പ്രൊണൗൺസിയേഷൻ ആയതുകൊണ്ട് അത് വെച്ചിട്ട് ബ്രാസ് എന്നുള്ളത് കോപ്പർ സിങ്ക് ആണെന്ന് ഓർമ്മിച്ചാൽ ഈ ബ്രോൺസ് കോപ്പർ ടിന്നാണെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ ഇതിലൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. അതുപോലെ തന്നെ ബെൽ മെറ്റൽ, മണിയുടെ മെറ്റലിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് കോപ്പറും ടിന്നും ആയിട്ടുള്ള ഒരു അലോയാണ്. ഇനി ഫ്യൂസ് വയർ, നമ്മൾ ഇലക്ട്രിക് ഫ്യൂസ് വയർ എന്ന് പറയുന്നത് ടിന്നും ലെഡുമാണ്. ഓർമ്മിക്കുക, ഫ്യൂസ് വയർ ടിന്നും ലെഡുമാണ്. ഇനി സോൾഡറിൽ ഉപയോഗിക്കുന്നതും അതേ മെറ്റീരിയലാണ്, ടിന്നും ലെഡും തന്നെയാണ് സോൾഡറിലും ഉപയോഗിക്കുന്നത്. ഇനി സ്റ്റീൽ എന്ന് പറയുന്നത് നമുക്കറിയാം, അയണും കാർബണും ചേർത്തിട്ടാണ് സ്റ്റീൽ ഉണ്ടാക്കുന്നത്. അപ്പം സ്റ്റീൽ ഇമ്പോർട്ടൻ്റ് ആണ്, അയണും കാർബൺ ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. ഇനി അടുത്ത് സിലിയം എന്ന് പറയുന്നത് സിലിക്കണിൻ്റെയും അലുമിനിയത്തിൻ്റെയും അലോയിയാണ്. സിലിയം സിലിക്കണിൻ്റെയും അലുമിനിയത്തിൻ്റെയും അലോയിയാണ്. ഇതിൽ തന്നെ ഉണ്ട് സിലുമിൻ എന്നാണ്, അത് വായിച്ചപ്പോൾ മാറിയതാണ്. സിലുമിൻ, അതിൻ്റെ ഈ മിന്നിൽ തന്നെ അലുമിനിയം എന്നുള്ളത് കൊണ്ട് സില്ലിൽ സിലിക്കണുമുണ്ട്. അപ്പോൾ സിലുമിൻ എന്ന് പറയുന്നത് സിലിക്കണും അലുമിനിയവും ചേർന്നിട്ടുണ്ടാകുന്ന അലോയിയാണ്. ഇനി ജർമ്മൻ സിൽവർ 3 എണ്ണം ചേർത്തിട്ടുണ്ടാകുന്നതാണ്. കോപ്പർ, നിക്കൽ, സിങ്ക്. അപ്പോൾ കോപ്പർ, നിക്കൽ, സിങ്ക് ഇത് 3 ചേർത്താണ് ജർമ്മൻ സിൽവർ ഉണ്ടാക്കുന്നത്. ഈ ജർമ്മൻ സിൽവർ ചോദിച്ചിട്ടുണ്ട് 1-2 തവണ. അടുത്ത് ഡുറാലുമിൻ എന്ന് പറയുന്നത് അലുമിനിയം, അലുമിനിയവും കോപ്പറും അതിൻ്റെ കൂടെ മഗ്നീഷ്യം അല്ലെങ്കിൽ മാംഗനീസ് അത് ചേർത്തിട്ടാണ് ഡുലാറുമിൻ
ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡുറാലുമിൻ എന്ന് പറയുന്നത് അതിൽ തന്നെ മിൻ എന്ന് വെച്ച് നമുക്ക് അലുമിൻ കണ്ടുപിടിക്കാം. പിന്നെ കോപ്പറും മഗ്നീഷ്യം അല്ലെങ്കിൽ മാംഗനീസും കൂടി ചേർത്താണ് ഡുറാലുമിൻ ഉണ്ടാക്കുന്നത്. അടുത്ത് അൾനിക്കോ. അൾനിക്കോ ഫേമസ് ആണ്, നമുക്കറിയാവുന്നതാണ്. അൾനിക്കോ അതിൽ തന്നെ അലുമിനിയം ഉണ്ട്, എന്നിൽ നിക്കലുണ്ട്, CO-യിൽ കൊബാൾട്ടും ഉണ്ട്, പിന്നെ ഒരു അയണും കൂടെ ഉണ്ട്. ഇത് 4 കാര്യങ്ങൾ ചേർന്നിട്ടുണ്ടാകുന്നതാണ്. 4 മെറ്റൽസ് ചേർന്നുണ്ടാകുന്ന അലോയിയാണ് അൾനിക്കോ. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ. ഇതിൽ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാം. ഈ അയൺ കൂടെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. ഈ എണ്ണ് കഴിഞ്ഞിട്ടുള്ള I അതാണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ അതും കിട്ടും. ഇനി അടുത്ത് നിക്രോം. നിക്രോം എന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞതാണ്, ഹീറ്റിംഗ് ഡിവൈസസിൽ ഉപയോഗിക്കുന്ന അലോയിയാണ് നിക്രോം. ഈ നിക്രോം ഉണ്ടാകുന്നത് നിക്കൽ, അയൺ, ക്രോമിയം. നിക്കലും അയണും ക്രോമിയം വെച്ചിട്ടാണ്. ഇതിൽ N നിക്കലായിട്ട് എടുത്തു കഴിഞ്ഞാൽ I അയണ്, ക്രോമിയം എന്ന് നമുക്ക് ഓർക്കാം. ഇനി അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which fossil organism is usually regarded as the connecting link between the reptiles and birds? ഈ ബേർഡ്സിൻ്റെയും, ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, കിളികളുടെയും റെപ്റ്റൈൽസിൻ്റെയും ഈ കണക്ഷൻ ലിങ്ക് ആയിട്ടുള്ള ഒരു ഫോസിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഫോസിൽ എന്തിൻ്റെയാണെന്നുള്ളതാണ്. Which fossil organism is usually regarded as the connecting link between ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ്? ബേർഡ്സും റെപ്റ്റൈൽസും തമ്മിലുള്ള ലിങ്ക് തെളിയിക്കുന്ന ഫോസിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആർക്യോപ്ട്രിക്സിൻ്റെയാണ്. അപ്പം ഓപ്ഷൻ ബി ആർക്യോപ്ട്രിക്സ് ആണ് ഇതിലെ ആൻസർ. ഇത് അതുപോലെ തന്നെ ഇതിൽ വേറെ പറഞ്ഞിട്ടുള്ള 2 എണ്ണമാണ് ഡ്രയോപിത്തേക്കസ്. ഈ ഡ്രയോപിത്തേക്കസ് എന്ന് പറയുന്നത് ജനസ് ഓഫ് എക്സ്റ്റിൻറ്റ് ഏപ്പ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ലീനേജ് ഇൻക്ലൂഡ്സ് ഹ്യൂമൻ ആൻഡ് ഏപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം ഇതിൻ്റെ ലീനേജിന് നമ്മുടെ ഹ്യൂമൻസിൻ്റെയും അതുപോലെ തന്നെ ഏപ്സിൻ്റെയും ലീനേജായിട്ട് ബന്ധമുണ്ട്. ജനസ് ഓഫ് എക്സ്റ്റിൻറ്റ് ഏപ്സ് ദാറ്റ് ആർ, ഇത് പണ്ട് നിന്ന് പോയത്, അതായത് വംശനാശം സംഭവിച്ച ഏപ്സ് ആണ് ഈ ഡ്രയോപിത്തേക്കസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലീനേജിന് നമ്മുടെ മനുഷ്യൻ്റെ ലീനേജും ഏപ്സിൻ്റെ ലീനേജുമായിട്ട് സാമ്യമുണ്ടെന്നുള്ളതാണ്. അതാണ് ഡ്രയോപിത്തേക്കസ് ഈ ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ആസ്ട്രലോപിത്തേക്കസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്. ഗ്രൂപ്പ് ഓഫ് എക്സ്റ്റിൻറ്റ് പിന്നെ ആസ്ട്രലോപിത്തേക്കസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്. ഗ്രൂപ്പ് ഓഫ് എക്സ്റ്റിൻറ്റ് ഹോമിൻസ് ദാറ്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു മോഡേൺ ഹ്യൂമൻസ്. അതായത് ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യരുടെ ഏറ്റവും അടുത്ത സ്വഭാവം കാണിക്കുന്ന സംഭവമാണ്. അടുത്ത ആസ്ട്രലോപിത്തേക്കസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് എക്സ്റ്റിൻറ്റ് ഹോമിൻസ് ദാറ്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു മോഡേൺ ഹ്യൂമൻസ്. ഇപ്പോഴത്തെ മനുഷ്യനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ആസ്ട്രലോപിത്തേക്കസ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഗ്രൂപ്പ് ഓഫ് എക്സ്റ്റിൻറ്റ് ഹോമിനിഡ്സ് ദാറ്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു മോഡേൺ ഹ്യൂമൻസ്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒന്നും ഓർക്കണ്ട, ഇപ്പോഴത്തെ മനുഷ്യനുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട പുരാതന ഇതാണ് ആസ്ട്രലോപിത്തേക്കസ് എന്ന് പറയുന്നത്. ഏപ്പ് വിഭാഗമാണ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യനായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രൂപസാദൃശ്യത്തിലും ഫേസിലുമൊക്കെ ഉള്ള സംഭവമാണ്. ഇതിൻ്റെ ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ക്ലിയർ ആകുമെന്ന് അറിയില്ല. അതുപോലെ ഡ്രയോപിത്തേക്കസിൻ്റെയും ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് 10th ക്വസ്റ്റ്യൻ. ഫിനോമിന ബിഹൈൻഡ് ദ ഫോർമേഷൻ ഓഫ് റെയിൻബോ. റെയിൻബോ ഫോർമേഷന് പിറകിലെ ഫിനോമിന ഏതാണ്? അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആണ്. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആണ് റെയിൻബോയ്ക്ക് പിന്നിലെ ഫിനോമിന.
ഇനി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. സ്കാറ്ററിംഗ് ഈസ് ദ പാർഷ്യൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് പാസസ് ത്രൂ എയർ. അതായത് നമ്മുടെ സ്കാറ്ററിങ് ബ്ലൂ കളർ ഓഫ് സ്കൈ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആകാശത്തിന് നീല നിറത്തിന് കാരണം സ്കാറ്ററിങ് ആണ്. അതായത് ലൈറ്റ് അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോഴും ഉണ്ടാകുന്ന പാർഷ്യൽ റിഫ്ലക്ഷനാണ് സ്കാറ്ററിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ബ്ലൂ കളർ ഓഫ് സ്കൈ. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് സോഫ്റ്റ് ബബിൾസ് ഈസ് ഡ്യൂ ടു ഇൻറ്റർഫിറൻസ് ഓഫ് light. Different colors in soap bubbles is due to the interference of light. സോപ്പ് കുമിളകളിലെ വ്യത്യസ്ത കളർ മഴവിൽ പോലെ കാണുന്നതിൻ്റെ കാരണം ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ് ആണെന്നുള്ളതാണ്. ഇത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ് കാരണമാണ് സോപ്പ് കുമിളകളിൽ വ്യത്യസ്ത നിറങ്ങൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ദ ബബിൾസ് ഓഫ് വാട്ടർ ഷൈൻസ് ബിക്കോസ് ഓഫ് PIR, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കാരണമാണ് വെള്ളത്തുള്ളികൾ തിളങ്ങുന്നത്. അതായത് അതിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അത് തിളങ്ങുന്നതിൻ്റെ കാരണമാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഈ 3 കാര്യങ്ങളും അതായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇവിടെ പറയുന്നതേ ഉള്ളൂ. ഇത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നതും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ഇതേ മെത്തേഡ് വെച്ചിട്ട് നമ്മുടെ ഈ വെള്ളത്തുള്ളികൾ തിളങ്ങുന്ന അതിന് കാരണം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഓപ്റ്റിക്കൽ ഫൈബറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.